ഹലോ, അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. സൺഡേ മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ 2 കുട്ടികൾ സ്നാനം എടുക്കുന്നുണ്ട്. അപ്പോൾ സ്നാനം കണ്ടിട്ടില്ലാത്തവരും സ്നാനം ചെയ്തിട്ടുള്ളവരും എല്ലാവരും കമോൺ. അപ്പോൾ നമ്മളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടീസെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവ ആദ്യമായിട്ട് സ്നാനം കാണാൻ പോവുകയാണ്. എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്നാനം ചെയ്യുന്ന പ്ലേസ് എത്താറായിട്ടുണ്ട്. കാണുന്നത് പോലെ വളരെ മനോഹരമായ പ്ലേസാണ്. വിനോദസഞ്ചാരത്തിന് വേണ്ടി ആളുകളുടെ എത്താറുണ്ട്. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് തന്നെ വെള്ളം കരയ്ക്ക് കയറിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ പന്തത്തേക്കലാണ്. ഇതിൻ്റെ മാതൃ ചർച്ചാണ് കേട്ടോ. 100ഓളം ആൾക്കാർ വരുന്ന ഒരു മനോഹരമായ ഒരു ചർച്ചാണിത്. വെള്ളട സെക്ഷനിലെ മണക്കാല AG ചർച്ചാണ് കേട്ടോ. അപ്പോൾ സ്നാനത്തിന് വരുന്നതിന് വേണ്ടിയിട്ട് 1 വീക്കിന് മുന്നേ തന്നെ എന്നെ നിശ്ചിത ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനും വന്നത്. എന്തായാലും ഫാമിലിയായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആഞ്ചലീനയുടെ പപ്പ മാത്രമല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. മുന്നിലൂടെ പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. 2 ട്രാവൽസും എനിക്കൊന്ന് 3 കാറാണെന്ന് തോന്നുന്നു. പിന്നെ ഓട്ടോ, ബൈക്ക്, അങ്ങനെ ഹെവി ആയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ സ്നാനക്കടവ് എത്തിയിരിക്കുന്നു. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും സ്നാനം എടുത്തത്. ഞങ്ങളുടെ വീട്ടിലെന്നല്ല, ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എല്ലാവരും വരുന്നത് ഇവിടെയാണ്. ഇച്ചിരി ലോങ് ആണ്, എന്നാലും പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും സ്നാനം എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. മിക്ക ചർച്ചിലും സ്നാനക്കുളങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ചിൽ ഉടനെ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ടൈമായിട്ടുണ്ട്. നമ്മുടെ സ്ഥലം ഇതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നല്ലൊരു ബോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അന്തരീക്ഷവും എല്ലാം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്നാനം കണ്ടിട്ട് തിരിച്ചു വരാം. സ്നാനപ്പെടുത്താൻ അടിയനെ കർത്താവ് ശക്തീകരിക്കണമേ. ദൈവത്തിന്റെ കരം കൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. നാഥന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി അവിടുന്ന് വഴി നടത്തിയതുപോലെ വഴി നടത്തണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു പോരാട്ടങ്ങൾ, ഒരു ദുഷ്ട പോരുകൾ അടുക്കുവാൻ അനുവദിക്കരുത്. ആ ഇരുട്ടിന്റെ പോരുകൾ ഞങ്ങൾ ശാസിക്കുകയാണ്. സകലത്തെയും നിയന്ത്രിക്കുന്ന സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങളിൽ ജലാശയത്തിന്മേൽ ദൈവത്തിന്റെ പരിവർത്തനം ഉണ്ടാകേണ്ടതിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശു സ്നാനം കഴിഞ്ഞ് കരകയറിയപ്പോൾ ഹല്ലേലൂയ, പരിശുദ്ധാത്മാ പ്രാപന്ന രൂപത്തിൽ ഇറങ്ങിയതുപോലെ ഇന്ന് പകൽ കർത്താവ് അത്ഭുതം ചെയ്യും. കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് അതിന് കഴിയും ബലപ്പെടുന്ന ശുശ്രൂഷിക്കാൻ കൃപ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരു പാട്ടിന്റെ മതി, അവിടെ മതി. ഇപ്പോഴും ഇറങ്ങണ്ടേ പറഞ്ഞ ഒരു പാട്ടിന്റെ ഹലോ ഒരു പാട്ട്
കർത്താവായ യേശു ക്രിസ്തുവിൽ നിശ്ചിത പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായി ഈ നിൽക്കുന്ന ജനത്തിന്റെ മുൻപാകെ സാക്ഷീകരിക്കുന്നുവോ? നിന്റെ സാക്ഷി വചനത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ സ്നാനം കൽപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, ജീവകിരീടം പ്രാപിക്കും. പ്രൈസല്ലോ, ഹാലേലൂയ. ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസല്ലോ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് കരകയറി പോവുകയും തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിതിൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി നിൽക്കുന്ന ജനത്തിനു മുൻപാകെ സാക്ഷീകരിക്കുന്നുവോ? നിന്റെ സാക്ഷി വചനത്തിന്റെ അടിസ്ഥാന കർത്താവിന്റെ കൽപ്പനയാകയാൽ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്ത വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. പ്രൈസല്ലോ, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാനം കഴിഞ്ഞ കുട്ടി നിശ്ചിത. അപ്പോൾ ഇത് ഞങ്ങൾ ചർച്ചിൽ നിന്ന് സ്നാനത്തിന് വന്നവരാണ് കേട്ടോ. അപ്പോൾ കിട്ടിയ അവസരത്തിന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിശ്ചിത കൂടെയുണ്ട്. അപ്പോൾ നിശ്ചിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്വീറ്റ് ഡിയർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ചർച്ച് പാസ്റ്ററാണ്. പാസ്റ്റർ പേര് കനകരാജ് പാസ്റ്റർ. ഇത് ഞങ്ങളുടെ ചർച്ചാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ കൊയറിന് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ വർഷിപ്പൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഇതിന് നിശ്ചിതയും നല്ല വിഭവസമൃദ്ധമായ സദ്യയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം.